വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ എല്ലാവരും നമ്മുടെ മൂന്നാറിൻ്റെ ഫസ്റ്റ് പാട്ട് കണ്ടെന്ന് വിചാരിക്കുന്നു. കാണാത്തവർ ആരെങ്കിലും ഉണ്ടെന്നെങ്കിൽ നിർബന്ധമായിട്ട് പോയി കാണാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള സെക്കൻഡ് പാട്ടായിട്ടാണ്. നമ്മളുടെ ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ യാത്ര തിരിച്ച് മൂന്നാറിൻ്റെ ഭംഗി ഇങ്ങനെ ആസ്വദിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. ശരിക്കും നമ്മൾ സ്വപ്നത്തിൽ മാത്രമായിരിക്കില്ല ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കാണാൻ. ഇത്രയും ഭംഗിയുള്ള സ്ഥലങ്ങൾ നമ്മുടെ ഭൂമിയിലുണ്ടോ എന്ന് ഒരേ ചിന്തിച്ച് പോട്ടാ. ഇതാ ഉച്ച കഴിഞ്ഞപ്പോഴേക്ക് നല്ല കോടയായിട്ടുണ്ട്, നല്ല മഴക്കുള്ള സാധ്യത കാണുന്നുണ്ട്. നല്ല അത്യാവശ്യം ചെറുതായിട്ട് ഇങ്ങനെ അത്യാവശ്യമല്ല ചെറുതായിട്ട് തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇതാ ടോപ്പ് സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. നല്ല തിരക്കാണ്. അത് മാത്രമല്ല നല്ല മഴക്കാർ, ഇപ്പം പെയ്യും മഴ എന്നുള്ള അവസ്ഥയിലാണേ. തിരക്ക് കാരണം എന്താ ഒരുപാട് വാഹനങ്ങൾ നമ്മൾ നടക്കണം, അല്ലെങ്കിൽ ഇങ്ങോട്ട് നടന്ന് തന്നെ പോകണം. അപ്പോൾ അതാ സാധാരണ എല്ലായിടത്തും കാണുന്ന പോലെയുള്ള കാഴ്ചകൾ തന്നെയാണ്. ഇവിടെ ഒരുപാട് സ്റ്റാളുകളുണ്ട്. കൂടാതെ ഇവിടെ ഫുഡ് കഴിക്കാനൊക്കെ ഒരുപാട് എന്താ പറയുക ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ആയിട്ടുള്ള നൂഡിൽസ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള അതൊക്കെ ഈ പോകുന്ന വഴിയിലുണ്ട് കേട്ടോ. ഞാനിതിന് മുന്നേ ടോപ്പ് സ്റ്റേഷൻ കാണാൻ വന്നിട്ടുണ്ട്. എൻ്റെ ആദ്യത്തെ ചാനലിൽ ഞാൻ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ അത് മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് തന്നെ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല സ്ട്രോങ്ങിലെങ്കിലും എന്നാലും അത്യാവശ്യമൊക്കെ കുഴപ്പമില്ലാത്ത മഴ തന്നെയാണ്. അപ്പോൾ അത് നോക്കി നിങ്ങൾ എന്ത് രസമാണ് കാണാൻ. മൂന്നാറിൻ്റെ ഭംഗി നല്ല കോടയും ചെറിയ മഴയും. ഇതാണ് മക്കളെ വൈബ് എന്ന് പറയുന്നത്. അടിപൊളിയായി. ഏതായാലും രാവിലെ ഒന്നും മഴയില്ലായിരുന്നു. അപ്പോൾ രാവിലെ നമുക്ക് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമൊക്കെ നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റി. ഇനി ഇതാ ഇവിടെയാണ്. അപ്പോൾ ഞാനും ജെസ്സി എന്തായാലും എൻ്റെ കൂടെയുള്ള എൻ്റെ ഫ്രണ്ടാണ് ജെസ്സി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്തായാലും നമുക്ക് അവിടെ വരെ പോകണം. മഴയെങ്കിലും മഴ ഒന്നും വക വെക്കാണ്ട് നമുക്ക് അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് സ്റ്റോളുകളുണ്ട്. തണുപ്പിനിടുന്ന കുപ്പായും പിന്നെ കുറേ ഫുഡ് ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് സ്റ്റാളുകളുണ്ട്. അപ്പോൾ എന്താ പറയുക ഭയങ്കര രസം. ഇവിടെ എത്തിയപ്പോൾ കുറേ ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഒരുപാട് ആൾക്കാർ മഴ പെയ്തപ്പോൾ ഇവിടെ ഇങ്ങനെ സ്റ്റെക്കായി. അപ്പോൾ നമ്മൾ ഏതായാലും നടക്കാൻ തന്നെ വിചാരിച്ചു. അപ്പോൾ ചെറിയ എൻട്രി ഫീ ഉള്ള അവിടെ 20 രൂപയാണ്. ഞാൻ പറഞ്ഞല്ലോ ഇതിന് മുന്നേ ഞാനിവിടെ വിസിറ്റ് ചെയ്ത പ്ലേസാണ്. അപ്പോൾ ഇവിടുത്തെ മെയിൻ വ്യൂ എന്ന് പറയുന്നത് ഇവിടെ ഒരു വാച്ച് ടവർ ഉണ്ട്. അവിടെ നിന്നുള്ള വ്യൂ ആണ്. പിന്നെ താഴേക്ക് ഇറങ്ങി പോവാം. അപ്പോൾ എന്തായാലും നമുക്ക് വാച്ച് ടവറിൽ കയറാൻ പറ്റും തോന്നുന്നില്ല. അപ്പോൾ താഴെയാണ് പോവാൻ വിചാരിച്ചു കേട്ടോ, മഴ ആയതുകൊണ്ട്. അപ്പോൾ ഇതാണ് എനിക്കിവിടെ ഏറ്റവും ഇഷ്ടമായ സംഭവം. ഇത് നോക്കി നിങ്ങൾ എന്ത് ഭംഗിയെ കാണാൻ. കളർഫുള്ളായിട്ടുള്ള ഡ്രീം ക്യാച്ചേഴ്സ് ഒരുപാടുണ്ട്. ഞാൻ കുറേ നേരം ഇവിടെ നിന്ന് ഈ ഡ്രീം ക്യാച്ചേഴ്സൊക്കെ ഇങ്ങനെ നോക്കി കേട്ടോ. ഭയങ്കര രസമായിരുന്നു കാണാൻ. കുറച്ച് നേരം അവിടെ ഇങ്ങനെ അതിൻ്റെ താഴെ ഇങ്ങനെ നിന്ന് അതിങ്ങനെ ആസ്വദിച്ചു കേട്ടോ. അപ്പോൾ ഇതാ കണ്ടോ, ഇതാണ് ഇവിടുത്തെ വ്യൂ പോയിൻ്റ്, വാച്ച് ടവർ. ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാലോ ശരിക്കും ഇതാ കണ്ടോ എന്താ രസം. കണ്ണെടുക്കാൻ തോന്നൂല. പക്ഷെ മഴ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് നേരം നിൽക്കാൻ പറ്റിയില്ല കേട്ടോ. ഇവിടെ മഴ നല്ല സ്ട്രോങ് ആയി വന്ന്. അപ്പോൾ എന്തായാലും നമ്മളിതാ സാധാരണ ഇവിടെ എത്തിയാലുള്ള മെയിൻ പരിപാടി എന്താ കുറച്ച് ഫോട്ടോസ് വീഡിയോസ്. അപ്പോൾ അത് ഞങ്ങൾ എന്തായാലും എടുത്തു. പിന്നെ താഴേക്കൊക്കെ ഇറങ്ങി പോവാട്ടോ. ഒരുപാട് ആൾക്കാർ അവിടെ നിന്നൊക്കെ വരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ റിസ്ക് എടുത്തില്ല മഴ ആയതുകൊണ്ട്. അപ്പോൾ ഇതാണ് വാച്ച് ടവർ എന്ന് പറയുന്നത്. ഇതിന് മുകളിൽ ഒരുപാട് ആൾക്കാരുണ്ട്. ഞങ്ങൾ മുകളിലും കയറില്ല. ഇതിന് മഴ കൊള്ളാതെ അതിന് താഴെ കുറച്ച് നേരം നിന്ന് എക്സ്പ്ലോർ ചെയ്ത് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു കേട്ടോ. പിന്നെ ഇത് കണ്ടത് ഞങ്ങൾ തേയിലത്തോട്ടത്തിലേക്ക് ഇറങ്ങി അവിടെ നിന്ന് എടുത്തതാട്ടോ. പക്ഷെ പെട്ടെന്ന് തന്നെ തിരിച്ചു അതെന്നെയായിരുന്നു റീസൺ. ഞങ്ങളെ രണ്ടുപേരും അട്ട കടിച്ചു. അപ്പോൾ പോയത് എങ്ങനെയാണ് ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് പോയത്. പക്ഷെ വന്നത് ഹൈ സ്പീഡിലായിരുന്നു. ഓടി ഞങ്ങൾ കയറി. കാരണം അട്ടനെ കണ്ടപ്പോൾ പിന്നെയുള്ള ധൈര്യം മൊത്തം ചോർന്നു പോയി. അങ്ങനെ ഇതാ നമ്മൾ അപ്പോൾ ഡ്രൈവർ പിന്നെ വേറെ സേഫായിട്ടുള്ള കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള സ്ഥലത്ത് നമ്മൾ ഇറക്കിയതാട്ടോ. നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാൻ. അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ ഒരു ഭാഗമാണ്. മൂന്നാർ വന്നതിൽ ഞങ്ങൾ ഇവിടുന്ന് കുറേ ഫോട്ടോസും വീഡിയോസും പിന്നെ കൂടാതെ ഗ്രൂപ്പ് ഫോട്ടോസും റീൽസൊക്കെ സെറ്റാക്കിട്ടോ. അടിപൊളിയായിരുന്നു. നല്ല ചെറിയ മഴയൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കയ്യിൽ റെയിൻ കോട്ട് കരുതിയിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നമ്മൾ എന്തായാലും എന്താണ് വീഡിയോ സെറ്റാക്കാന്ന് വിചാരിച്ചു. പറഞ്ഞ പോലെ ഞാൻ അന്നേരം ഫോട്ടോ എടുക്കാൻ പോയിരുന്നു കേട്ടോ. അവരുടെ കയ്യിൽ ഫോൺ കൊടുത്ത് ഒന്നും പറയാനില്ല. എക്സ്പ്ലോർ സത്യമായിട്ടും അടിപൊളിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ചെറിയ മഴയും നല്ല മഞ്ഞും ഒക്കെ ആയിട്ട് കോടമഞ്ഞൊക്കെ ആയിട്ട് നല്ല വൈബായിരുന്നു. ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്തു കേട്ടോ ഇവിടെ നിന്ന്.
അപ്പോൾ ഇതാ ഒരു 5 മണിയല്ല ഒരു 5:30 കഴിഞ്ഞ സമയം ഇപ്പോൾ നമ്മൾ നാട്ടിലേക്ക് തിരിക്കാൻ നിൽക്കണേ. നമ്മൾ ഒരുപാട് ഫോട്ടോ എടുത്തിട്ട് ഞാൻ വീണ്ടും പറയുന്നത് ഫോട്ടോ എടുത്ത് മതിയായി എന്ന് പറയില്ല, അത്രയൊക്കെ ഫോട്ടോ എടുത്തു കേട്ടോ. നല്ല രസമായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടുന്ന് അട്ട ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയിട്ട് ലാസ്റ്റ് അട്ടൊക്കെ കടിച്ചു, കുറേ പേടിച്ചു, കുറേ ചിരിച്ചു, അങ്ങനെയുള്ള അനുഭവമൊക്കെ ഉണ്ടായിട്ടോ. അപ്പോൾ നമ്മൾ നാട്ടിലേക്ക് തിരിക്കണം. അപ്പോൾ നമ്മൾ മൂന്നാറിനോട് ടാറ്റ പറയുന്നത് ശരിക്കും ഇവിടുന്ന് എന്താ പറയുക പോരാൻ തോന്നൂല, അത്രയ്ക്ക് രസമായിരുന്നു. ഇത് പിന്നെ നമ്മൾ രാത്രി തിരിച്ചു വരുന്ന വഴിക്ക് കണ്ടൊരു കാഴ്ചയായിട്ട് അപ്പോൾ ഞാൻ വീഡിയോ എടുത്താണ്. എനിക്ക് തോന്നുന്നു പള്ളിപ്പെരുന്നാൾ അങ്ങനെ എന്തോ ആണ് തോന്നുന്നുണ്ട് കേട്ടോ. ഒരുപാട് ലൈറ്റും ഇതൊക്കെ ഇട്ട് ഇത് ക്യാമറ കാണുന്ന പോലെ നേരിട്ട് കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. ഭയങ്കര രസമുള്ളൊരു കാഴ്ചയായിരുന്നു. ഏതെങ്കിലും നമ്മൾ മൂന്നാറിനോട് യാത്ര പറയുകയാണ്. അപ്പോൾ നമ്മൾ അടിമാലിയിൽ നിന്ന് തന്നെയാണ് ഫുഡ് കഴിച്ചത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച അവിടെ നിന്ന് തന്നെയാണ് കഴിച്ചത്. അപ്പോൾ ഇതുപോലെ രാത്രി ഫുഡും അടിപൊളിയായിരുന്നു കേട്ടോ. മന്തി, നെയ്ച്ചോറ് അതൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി ഗൈസ്. അപ്പോൾ നമ്മുടെ മൂന്നാർ ട്രിപ്പ് അവിടെ അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമായാലും ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. അതുപോലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൽ ഓൾ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് എനേബിൾ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ലേഡീസ് ട്രിപ്പ് അടിപൊളിയായിരുന്നു. ഒരുപാട് ഇഷ്ടമായി. വാക്കുകളെല്ലാം പറയാൻ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എത്രത്തോളം നമ്മൾ എൻജോയ് ചെയ്തു എന്നുള്ളത്. അപ്പോൾ ഇനി ഒന്ന് സ്വസ്ഥമായിട്ടൊന്ന് ഇരിക്കണം. പോകുമ്പോൾ നല്ല ഡാൻസും പാട്ടൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് വൈബ് എടുത്തണം. അപ്പോൾ ഇനി എന്താ പറയുക തിരിച്ചു പോകുമ്പോൾ ഒന്ന് ഉറങ്ങണമെന്നുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ ഈ ട്രിപ്പ് കണ്ടക്ട് ചെയ്തിട്ട് നമ്മുടെ മുവാസ് പാലറ്റിൻ്റെ ഒഫീഷ്യൽ അഡ്മിനും ഒരുപാട് താങ്ക്സ് കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോ വരുന്നതായിരിക്കും. എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ.